ബാമേച്ചി എന്നാ പറക്കാൻ റെഡിയാവണേ? എന്നെയും കൂടെ പഠിപ്പിക്കോ പറക്കാൻ? ചേച്ചി, ബാമേച്ചി, ഈ കിളികൾ ഇതേ പറക്കാറായി. ഇനി വലിയ താമസമില്ലെന്നാ തോന്നുന്നേ. അവര് തോന്നുമ്പോ പറന്നു വെക്കോളും. ബാക്കിയുള്ളവരൊന്ന് ഉപദ്രവിക്കായിരുന്നാ മതി. അതിന് ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചിയല്ലേ ഞാൻ വിളിച്ചത്. അതിന് അമ്മയ്ക്ക് എന്താ ഉപദ്രവം? ഇത് നല്ല സൂക്കേട്. എന്നെയല്ല, അവളെ ഉപദ്രവിക്കണ്ടെന്ന് പറഞ്ഞത്. ഓ ചേച്ചി, എടി അവളിരുന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ചോട്ടെ. സ്റ്റഡി ലീവിനും പഠിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ ഈ പെണ്ണും. ദേ അവരെല്ലാം ഇപ്പൊ പറന്നു പോവും. എല്ലാം കൂടെ കിടന്ന് ചിറകിട്ട് അടിക്കുന്നുണ്ട്. ഛേ, വാ വന്ന് നോക്ക്. എന്താ രസമെന്ന് അറിയാമോ? എന്തിനാടി ഇങ്ങനെ പുളി പറയുന്നേ? മെനഞ്ഞാന്നല്ലേ അവ മുട്ടേന്ന് വിരിഞ്ഞുള്ളൂ. ചേച്ചി വന്ന് കാണ്, വാ. പിഞ്ച് ഇതാണോ പറക്കാറായത്? പറക്കണേൽ ഇനി 1 മാസം കഴിയണം. ഒന്നും വേണ്ട, നീ ചുമ്മാ തിരിയടി ചോക്കി. എന്റെ പരീക്ഷ തീർന്നിട്ടേ ഇവരിവിടുന്ന് പോവുള്ളൂ, അല്ലേ? ഏയ്, എന്താ ഇത്? എന്താ ചേച്ചി ഇത്? ഇതെന്താ പതിവില്ലാതെ? ഇരുന്ന് പഠിച്ച് ബോറടിച്ചപ്പോ വെറുതെ ഇട്ടതാ. എന്നാലും ഇതിന് സമയം കുറെ മെനക്കെടുത്തിട്ടുണ്ടല്ലോ. ഇത് എവിടുന്ന് പഠിച്ചു? ഇങ്ങ് വന്നേ. എന്താടി ഇത്? ഇങ്ങനെയൊന്നും മുൻപ് കണ്ടിട്ടില്ലല്ലോ. ചുമ്മാ അമ്മേ, പഠിത്താണെന്നും പറഞ്ഞിരുന്ന് ഇതാ പണിന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ ഇയാളാരു പോലീസാരിയോ? എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരോടി ചോദിക്കും? എന്താ ഇത് രണ്ടും കൂടെ? അസലായി ഒന്നും കൂടി കൊടക്കടി അവൾക്ക്, എങ്കിലേ പഠിക്കുള്ളൂ. അമ്മയുടെ സപ്പോർട്ടും കൂടെ മതി. നീ വരുന്ന് പഠിക്കടി. ഇനിയും പെണ്ണങ്ങാനും എന്റെ പിന്നാലെ വന്നാലാ ഞാൻ വാല് നുള്ളി വിടും. അവൾ ഇനി വരില്ല, കേട്ടല്ലോ. ഒന്ന് സ്കൂൾ പറഞ്ഞാൽ മതിയായിരുന്നു, സ്വൈരം കിട്ടിയനെ. ഇതെന്താ സരസ്വതി ഇത്? കുട്ടികൾ 10 ദിവസം വീട്ടിൽ നിൽക്കുന്നത് നിനക്ക് തീരെ പിടിക്കണില്ല എന്ന് തോന്നുന്നു. അമ്മയെ പിള്ളേരെ വഷളാക്കുന്നേ. ഞാൻ എന്താ അവരെ വഷളാക്കുന്നു നീ പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. എന്നൊന്നും പറഞ്ഞ് നീ മാറി കളിക്കണ്ട. ഞാനുള്ളത് കൊണ്ട് അവര് വഷളായില്ല, അല്ലാതെ പിന്നെ നീ അവരെ നോക്കി വളർത്തിയത്. അതല്ലേ പറഞ്ഞേ, എല്ലാം അമ്മ തന്നെ. അങ്ങനെ പറയും. ഇപ്പൊ തന്നെ അവള് കയ്യിൽ മൈലാഞ്ചിട്ടു. അത് കണ്ടിട്ട് പോയിരുന്ന് പഠിക്കീന്നും പറഞ്ഞ് ചിലക്കേ വേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ ആ കൈയെടുത്ത് ഉമ്മ വയ്ക്കണോ? പ്രായമായ മോള് മൈലാഞ്ചിടാനും കണ്ണെഴുതാനൊക്കെ തുടങ്ങുമ്പോൾ അത് ഗൗരവമായിട്ട് എടുത്ത് അവളെ സന്തോഷിപ്പിച്ച് നിർത്തി അവളെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനാ അമ്മമാര് നോക്കേണ്ടത്. അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കാനല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? വെറുതെ ശമ്പളം മേടിക്കാൻ ഒരു പ്രൊഫസർ. മോളെ ബാമേ, മോളെ. എവിടെ എന്റെ കുട്ടിയുടെ കയ്യിൽ മൈലാഞ്ചിട്ടത്? മുത്തശ്ശി എന്ത് കാണിക്കഞ്ഞത്? ഏയ് ഒന്നുമില്ല മുത്തശ്ശി. ഹായ്, ഭംഗിയായിട്ടുണ്ട്, പരിഷ്കാരായിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും എന്റെ കുട്ടിക്ക് തോന്നിയില്ല ഒന്ന് അണിഞ്ഞൊരുങ്ങി നടക്കണം. ഏതായാലും മുത്തശ്ശി പറഞ്ഞു ഒടുവിൽ അത് സാധിച്ചു. ഇത് മുത്തശ്ശി ഞാൻ വെറുതെ. ഇനി എന്റെ മോളി വെറും കഴുത്തായിട്ടുള്ള നടപ്പ് അങ്ങ് അവസാനിപ്പിക്കണം. മോൾക്ക് ചേരുന്ന ഒരു മാല മുത്തശ്ശി എടുത്തു വെച്ചിട്ടുണ്ട്. വരും, വാടിങ്ങട്. കഴുത്തിലും കാതിലും ഒന്നും ഇടാതെ നടക്കണ പെൺകുട്ടികളെ കാണുന്നത് എനിക്ക് ചതുർത്ഥ്യ. ഇപ്പൊ എന്ത് വൃത്തിയായി നോക്കൂ. ഇങ്ങ് വരും, ഇതാ നോക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? കലക്കി. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഇനിയിപ്പോ കോളേജിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് ആരും പൊട്ടിച്ചുകൊണ്ട് പോകുന്നും പറയില്ലല്ലോ. അതവിടെ കിടക്കട്ടെ. എടോ പ്രൊഫസറേ, തന്റെ അമ്മയ്ക്ക് വീണ്ടും കീർക്കളയ ലക്ഷണമാണല്ലോ. അതോ നിനക്കോ? ഏയ്, ഇത് വെറുതെ മുത്തശ്ശിയുടെ ഒരു മോഹം, അറിയാലോ. എന്തായാലും അത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. അതവിടെ കിടന്നോട്ടെ. ഇനിയിപ്പൊ അച്ഛൻ അതും പറഞ്ഞൊന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞ നന്നായിരിക്കുന്നു എന്നാ. ചേടാ, ഇത് കൊള്ളാമല്ലോ. വെറും കഴുത്തായിട്ട് പെൺപിള്ളേര് നടക്കുന്ന കാണുമ്പോ ഒരുമാതിരി നടക്കും പോലെ തോന്നും. ഇതിപ്പോ അവിടെ കിടന്നോട്ടെ. കിടന്നോട്ടെ. ആരാ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞത്?
അയ്യ, പെട്ടെന്ന് ചാടിക്കേറി ഒരുങ്ങുന്ന കാണുമ്പോ എന്താടി റൊമാൻസ് വല്ലതും തുടങ്ങിയോ? ഇപ്പോ ഈ പരീക്ഷ എടുത്ത് നേരത്തോ? സ്കോപ്പില്ല. പരീക്ഷ നോക്കിയിട്ടാന്നോടി കരുതേ മനസ്സ് തോന്നിയാസം കാണിക്കുന്നത്. മതി മതി, അച്ഛനും മോളും കൂടെ കിന്നാരം. വല്ലതും പഠിക്കാനുള്ള നേരത്താ. ഇനിയിപ്പോ ആകെ ഒരു മാസമേ ഉള്ളൂ. ഈ കുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആണോ? തോന്നിയാസം കാണിക്കാൻ തോന്നുമ്പോ പരീക്ഷയാണോ എന്നൊക്കെ നോക്കുന്ന എങ്ങനെയാ? പേടിച്ചില്ലല്ലോ? പേടിച്ചോ? ഇല്ല. ഇന്ന് വെള്ളിയാഴ്ച, ഈ ഒരു ദിവസം പേടിക്കരുത്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും പേടിക്കാതിരുന്നോളോ? അത് ഭാമയുടെ ഇഷ്ടം. എന്റെ പേര് അറിയാം. പേടിക്കില്ലല്ലോ? ഇല്ല. ഇനി മുതൽ ഒരു വെള്ളിയാഴ്ച ഇപ്പോഴും എന്തിനാ മറിഞ്ഞു നിൽക്കുന്നത്? പേടിയില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിൻ്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി. ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയാൻ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശലഭം ഞാൻ ഗന്ധർവൻ.
എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ പറയുന്നത് എനിക്ക് കേൾക്കണം. അതിനിങ്ങനെയാണോ? ആളെ കാണാതെ എങ്ങനെയാ? ഇങ്ങനെ ആവുമ്പോ കുഴപ്പമില്ലല്ലോ. ഇല്ല. ഭയങ്കര സ്റ്റൈലിലാണല്ലോ. ആ, എന്തിനാ ഇപ്പൊ കുറയ്ക്കുന്നേ? അയ്യോ, സാരമില്ല, വന്നോട്ടെ. വന്നാ കാണില്ലേ? ഇല്ല. അയ്യോ വേണ്ട, അവള് കാണും. ഇല്ലെന്നേ. അയ്യോ, എന്നാ പൊക്കോളാം. ഇനി ഞാന് വെള്ളിയാഴ്ചക്ക് വേണ്ടി കാക്കയില്ല. വേണ്ട. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വരും. വരണം. ബാമേച്ചി, എന്താ ഇവിടെ കയറി ഒളിച്ചു നിൽക്കുന്നേ? അവിടുത്തെ മുത്തശ്ശി തിരക്കുന്നു. എന്തിനാ ഇപ്പോ? അതൊന്നും എനിക്കറിയില്ല, വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. ആ, ഞാൻ വന്നോളാം. എന്താ മണമല്ലേ ചേച്ചി? പാല പൂത്തതിന്റെ ആയിരിക്കും. ആ, ഇതെവിടെയായിരുന്നു എൻ്റെ കുട്ടി? നീ അന്വേഷിക്കാൻ ഇനി ഒരിടവും ബാക്കിയില്ല. ദേ, ഇവിടെ ഒരാൾ നിന്നെ കാണാനായിട്ട് എത്ര നാഴിക മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടാ വന്നിരിക്കണേന്ന് അറിയോ നിനക്ക്? ഓ, അത്രയ്ക്ക് ദൂരമൊന്നുമില്ല. ഏറിയാൽ ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും. അത്രയല്ലേ ഉള്ളൂ? അത്രേ കാണും. അതാ ഇപ്പൊ ഇത്ര വലിയ ദൂരം. മുത്തശ്ശി, പണ്ടത്തെ നാഴികയല്ല ഇപ്പോഴത്തെ കിലോമീറ്റർ. അതറിയില്ലേ? ഇല്ല ഇല്ല, എല്ലാം അറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. ദൂരത്തിന്റെ അല്ല, അതും എന്റെ സ്പീഡിന് ഒന്നൊരു ദൂരമല്ല. പണി ഒഴിഞ്ഞിട്ട് നേരം കിട്ടണ്ടേ? അതാ ഞാൻ ചോദിക്കണേ, എന്തിനാ ഇത്ര ചെറുപ്പത്തിലെ ഇത്രയ്ക്ക് കിടന്ന് അധ്വാനിക്കണേ? ചോദിക്കണേ അങ്ങോട്ട്. എന്ന് ചോദിച്ചാ മുത്തശ്ശി ജീവിക്കണ്ടേ? പിന്നെ വേണം വേണം. അച്ഛക്കും മക്കൾക്ക് അന്വേഷിച്ചു കൊടുക്കണമായിരിക്കും. നിനക്കൊരുത്തിന് അല്ലലില്ലാതെ കഴിയാനുള്ള വകയും സ്വത്തൊക്കെ നിന്റെ അച്ഛന് ഞാൻ കൊടുത്തിട്ടുണ്ടോ? അതറിയില്ലേ? പോയി നിന്റെ തന്തയോട് ചോദിക്കും. കൊടുത്തില്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇവളുടെ അമ്മയ്ക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ അവനാ കൊടുത്തത്. പഠിപ്പ് കുറവാണെന്നും പറഞ്ഞു. അയ്യോ മുത്തശ്ശി, മുത്തശ്ശി കൊടുത്തതെല്ലാം അവിടെയുണ്ട്. ഒന്നും ആരും കളഞ്ഞു കുടിച്ചിട്ടില്ല. പിന്നെന്താ, അതുപോരെ? പോരേന്ന് ചോദിച്ചാ ഇനിയുള്ള കാലത്ത് കൃഷി കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ് കൊണ്ടേ കാര്യമുള്ളൂ. ഓ, കഷ്ടപ്പെട്ടാലേ കാശുണ്ടാക്കാനൊക്കൂ. ആ, അത് നേര്. ഓ, നീയും കൂടെ കൂട്ടുനിന്നു. ഇതാ, ഇത് തന്നെ ഇപ്പൊ കഴിഞ്ഞ 3-4 മാസം ഒരുപോലെ കണ്ണടയ്ക്കാതെ ഓടി നടന്ന് സാധിച്ചതാ. ഇതെന്താടാ മോനെ ഇത്? ഇത് മുത്തശ്ശി, പുതിയൊരു ഡ്രൈ ക്ലീനിങ് ഷോപ്പും വീഡിയോ കാസറ്റ് ലൈബ്രറിയും ഒരു ചെറിയ കൂൾ ഡ്രിങ്ക്സ് ബാറും പിന്നെ കുറെ ലൊട്ടിലൊടുക്ക് പരിപാടികളും ഒക്കെ ആയിട്ട് ടൗണിന്റെ നടുക്ക് ആ ശിവന്റെ അമ്പലത്തിനടുത്ത് ഒരു മിനി മാർക്കറ്റിംഗ് കോംപ്ലക്സ്. എല്ലാം കൂടെ ഒറ്റ കെട്ടിടത്തില്. 17-ാം തീയതി ഉദ്ഘാടനം. എങ്ങനുണ്ട്? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു മിനി ഹെയർ കട്ടിംഗ് സലൂണും കൂടെ ആവാമായിരുന്നു. എന്റെ കുഞ്ഞൊരു ഐശ്വര്യമുള്ള കാര്യം എന്ന് പറയുമ്പോ ഓട്ട് മുത്തശ്ശി, അവക്ക് എന്റെ അടുത്തല്ലേ ഇങ്ങനെല്ലാം പറയാനൊക്കെ ഉള്ളൂ. എന്നാലും നാളെ ഒരിക്കൽ കഴുത്തിൽ താലി വെക്കേണ്ട പുരുഷന്റെ അടുത്ത് തുടങ്ങി. അതെ, പഠിക്കുന്നിടത്തുനിന്ന് വിളിച്ചു വരുത്തിയിട്ട് ആളെ വട്ടുകയറ്റാൻ തുടങ്ങിയാലുണ്ടല്ലോ. പരീക്ഷ വന്ന് മൂത്ത് നിൽക്കുന്ന നേരത്താ കഴുത്തെ താലി വെക്കല്. പിന്നെ 17-ാം തീയതി ഉദ്ഘാടനം, വന്നേക്കണം കേട്ടോ. എനിക്കിന്ന് എക്സാമാ. ഇത് കഴിഞ്ഞിട്ട് എക്സാമിന് പോയാ പോരെ?
നീ അങ്ങോട്ട് ചെന്ന് അവളോട് പറയടാ. ഇവിടെ നിന്നോണ്ട് കുറുക്കം കൂവണ പോലെ കൂവാതെ ചെല്ലങ്ങോട്ട്. ഇപ്പോഴത്തെ പിള്ളേര് നീട്ടി വർത്താനം പറഞ്ഞ് കാർഡും അടിച്ച് ചുമ്മാ നടക്കാനല്ലാതെ. ഓ, എങ്ങനുണ്ട്? കുഴപ്പമില്ല. പക്ഷേ എന്തോന്നാ ഈ ഷോപ്പി? ആ, അതാ കളി. ബുദ്ധി ഉണ്ടെങ്കിൽ പറ. അതിലൊരു ടെക്നിക്കുണ്ട്, ഒരു ട്രിക്ക്. പറ. ആഹാ, എന്താ അത്? പിടിയിട്ടില്ല? ബുദ്ധിയില്ലല്ലോ. ഷോപ്പി എന്ന് പറഞ്ഞാൽ ഷോപ്പ് അറ്റ് പി, ഷോപ്പ് അറ്റ് പ്രദീപ്. ഇപ്പൊ മനസ്സിലായോ? എന്താ ബുദ്ധി, എന്താ ഇമാജിനേഷൻ? നോബൽ പ്രൈസ് ആരൊന്നും കാണണ്ട, കണ്ടോ കുഴപ്പമാ. ഊരാതെ ഊരാതെ. സത്യത്തിൽ ഞാൻ ആ, വാരിയല്ലേ. അതെന്തോ ആവട്ടെ. അപ്പൊ എങ്ങനെയാ 17-ാം തീയതി നീ വരില്ലേ? നന്നായി. പരീക്ഷയുടെ ചൂടിലോ? ഞാനങ്ങ് വരില്ല. ഇത് കൂടിയ ഒറ്റ മണിക്കൂർ ഇവിടുന്ന് എല്ലാരും വരുന്നുണ്ട്. ആ, പിന്നെന്ത് വേണം? ഛേ, എന്നാലും അതാണോ? ആ, പ്രദീപ് എപ്പോ വന്നു? ഇതാ ഇപ്പോ കുറച്ചു നേരമായി. ഞാൻ വന്നത് എൻ്റെ ഒരു പുതിയ മാർക്കറ്റിംഗ് കോംപ്ലക്സ്. അറിഞ്ഞു. 17 തുറക്കുന്നു അല്ലേ? അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല, നീ ഇതെന്താ കുട്ടി ഭാവം? ഒന്നും പഠിക്കണ്ടേ പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞാ മതി. അതിനിവിടെ പഠിക്കാൻ സമ്മതിക്കണ്ടേ? ആരാ സമ്മതിക്കാത്തെ? എല്ലാരും. ഓ പിന്നെ എല്ലാരും വേണോന്ന് വിചാരിച്ചാ ആരും ഉപദ്രവിക്കാൻ വരില്ല. അതെ. അപ്പൊ അപ്പച്ചി 17-ാം തീയതി 17-ാം തീയതിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. പ്രദീപിന് ഈ കോളേജിൽ പോയിട്ടില്ലാത്തോണ്ട് സ്റ്റഡി ലീവെന്നോ ആനുവൽ എക്സാം എന്നോ ഒക്കെ പറഞ്ഞാ അതിന്റെ ഗൗരവം പിടികിട്ടില്ല. അതൊക്കെ എനിക്കറിയാം. എങ്കിൽ പിന്നെ എങ്ങനെയാ ഈ നേരത്തുള്ള ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നുന്നത്? ആരെ ഡിസ്റ്റർബ് ചെയ്തു? ആ, അത് ഓർത്താ മതി. ഓ,